ഇന്നത്തെ നമ്മുടെ റെസിപ്പി റാഗിപ്പൊടി കൊണ്ട് നല്ല ഹെൽത്തിയായ ലഡുവാണ്. വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന നല്ല ഹെൽത്തിയായ ലഡു നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വളരെ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കിസ്മസ്, കശുവണ്ടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ഏത്തപ്പഴം വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇതിന് നല്ലത്. എന്നിട്ട് സിമ്മിലിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കരിയാതെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് വെന്ത് വരുമ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. നല്ല ഹെൽത്തിയായ ഒരു പലഹാരമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അയൺ കണ്ടൻറ്റൊക്കെ ധാരാളമുള്ളതുകൊണ്ട് ഈ റാഗി ലഡു നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ ഒന്ന് വഴറ്റി വന്നപ്പോഴേക്കും ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് നല്ല ഫ്രഷായ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ശർക്കര ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത മറയൂർ ശർക്കരയാണ്. അപ്പോൾ സാധാരണ ശർക്കരയാണെങ്കിൽ നമ്മളൊന്ന് ഉരുക്കി അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മധുരവും നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതേപോലെ ഞാൻ ഇളക്കി യോജിപ്പിച്ച് നല്ല മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് റാഗി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് സിമ്മിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ പച്ച ചൊവയും പച്ചമണവും ഒക്കെ ഒന്ന് മാറണം. ഈ റാഗിപ്പൊടിക്ക് ഒരു പച്ച ചൊവയുണ്ട്. അപ്പോൾ നമ്മൾ ഈ നെയ്യിലും പഴത്തിലൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഇതിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല തിളച്ച പാലാണ്. 1/4 കപ്പ് തിളച്ച പാലും കൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഈ റാഗി പൗഡർ പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഈ തിളച്ച പാലും കൂടി ചേർക്കാം. ഇനി പാലില്ലെങ്കിൽ തിളച്ച വെള്ളം ചേർത്താലും മതി. അപ്പോൾ പാൽ ചേർക്കുമ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടിത് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് വിട്ട് വരുന്ന വിധത്തിൽ ഒന്ന് ഇതേപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ആറിയതിന് ശേഷം നമുക്ക് ബോളായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 1/4 വേവ് ഇതേപോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ തിളച്ച പാലൊക്കെ ചേർത്തുകൊണ്ട് 1/4 വേവ് ആയിട്ടുണ്ട്. എന്നാലും ഞാനിതൊന്ന് ആവിയിൽ വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട്. ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിലായിരിക്കണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഈ റാഗി അതിൻ്റെ ഡോ എടുക്കേണ്ടത്. ഇനി ഇതേപോലെ എടുത്ത് ഒരു ആവശ്യത്തിന് എമൗണ്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുക. കയ്യിൽ ഇത്തിരി നെയ്യോ വെളിച്ചെണ്ണയോ ഒന്ന് തേച്ചതിന് ശേഷം ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കുക. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിക്കണം. ഒരു 5 മിനിറ്റ് ആവിയിൽ വെച്ചൊന്ന് വേവിക്കണം. അപ്പം നല്ല ഹെൽത്തിയായ റവ ലഡു നമുക്ക് റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും നല്ലതാണ്. കുട്ടികളുടെ ക്ഷീണവും വിളർച്ചയും ഒക്കെ മാറ്റാൻ നല്ലതാണ് നമ്മുടെ റാഗി. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി ഇഡ്ഡലി പാത്രത്തിൽ ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് ഇറക്കി വെക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് ആവിയേറ്റി വേവിക്കുക. നമ്മുടെ സൂപ്പർ പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ പലഹാരമാണ്. ഇതുവരെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പറാണ്. കുട്ടികളുടെ വളർച്ചയ്ക്കും ക്ഷീണത്തിനും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കും കഴിക്കാം. നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ഈസി അല്ലേ. വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം.